കേട്ടിരിക്കുന്ന അനുമോളുടെ തന്നെയാണ്. കേട്ടത് ഞാൻ കളഞ്ഞു. അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയുന്നത്. അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവൾക്ക് PR ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു. പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം. എന്നിട്ട് അത് വെച്ചിട്ട് പോയി കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത്. മൈക്കൊക്കെ മാറ്റി പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിനക്ക് നിഷേധിക്കാം, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേട്ട കാര്യം പറയുന്നു എന്നല്ല, നിന്റെ വായിന്ന് കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് എന്റെ. അതെ, നിനക്ക് PR ഉണ്ട്. എത്ര ലക്ഷം അതൊക്കെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എന്നല്ലേ പറയുന്നത്. പറയണോ? പറഞ്ഞോളൂ. 16 എത്രയോ ആണ് പറഞ്ഞത്. 16 എത്രയാണ് പറഞ്ഞത്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. 16 ലക്ഷം ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. അഡ്വാൻസ് മാത്രം കൊടുത്തു. 50,000 അഡ്വാൻസ് കൊടുത്തു. ബാക്കി 50,000 അങ്ങനെ കൊടുത്തു. ബാക്കി ഇവിടുന്ന് കിട്ടി കഴിയുമ്പോ എത്ര നാളെ നിൽക്കും അതനുസരിച്ച് കൊടുക്കും. ഡയറക്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അമ്മ സത്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഇവർ രണ്ടുപേർക്കും. ഓക്കെ, ആയിക്കോട്ടെ. അവർക്ക് പറയാത്ത കാര്യം ഞാൻ പറയൂ. എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇത് ഉള്ളതാണെന്ന് പലരും പറയുന്നു. അവരുടെ വായിൽ നിന്ന് തന്നെ അത് നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് പറഞ്ഞത്. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു പോയേനെ. ഇപ്പൊ അവളത് പാടെ നിഷേധിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.